പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചില നേരിയ കിരണങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് കാണുന്നവരുടെ എണ്ണത്തിലല്ല, ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിടയ്ക്ക് ആംഗലേയ ഭാഷ ഉപയോഗിക്കുന്നെങ്കിൽ ക്ഷമിക്കണം, ചിലതിനൊന്നും മലയാളം എനിക്ക് അറിഞ്ഞൂടാ. 1857 ശിപായി ലഹള ഉണ്ടാകുന്നത്. റിവോൾട്ട് ഓഫ് 1857. Mutiny began in Meerut, spread to Delhi, Agra, Kanpur and Lucknow. ഇത്രയും സ്ഥലങ്ങളിലേക്ക് മീററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് ശിപായി. എന്തുകൊണ്ടാണ് ശിപായി ലഹള എന്ന് വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അന്ന് പഠിച്ച മെക്കകളൈസ്മെൻറ്റ്സിലൊക്കെ വായിക്കാറുണ്ട്. നമ്മളന്ന് പഠിച്ചത്, നമ്മളെ പഠിപ്പിച്ചതുമൊക്കെ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഓഫീസിലെ അസിസ്റ്റ് ചെയ്യുന്ന, എന്നുവെച്ചാൽ പിയൂണായിട്ട് അല്ലെ ക്ലർക്കായിട്ട് ഒക്കെയാണ് നമ്മളെ ഭരണം ഏൽപ്പിക്കുകയല്ല. അപ്പോൾ ക്ലർക്കായിട്ടും പിയൂണായിട്ടൊക്കെയാണ്. അപ്പോൾ ശിപായിമാരുണ്ടാക്കിയ ലഹള എന്നാണ് അതിനെ പേര് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിനാണ് നമ്മളെക്കുറിച്ച് എക് ദോ എക് എക്കതമാകെ എക് ദോ എക് എന്നല്ല പഠിപ്പിക്കുന്നത്. അതിനവർ പറഞ്ഞത് ഓലേക്കാൽ ചീലേക്കാൽ എന്ന് പറയപ്പെടുന്ന ആക്ഷേപഹാസ്യം പോലെ ഒരു വാക്കും അന്നത്തെ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 1905, 1911 കാലങ്ങളിലാണ് സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ്, ആ സമയത്താണ് ലോർഡ് കർസൻ പ്രഭു, അദ്ദേഹമാണ് ബംഗാൾ വിഭജനം നടത്തുന്നത്. ഈ കാലഘട്ടത്തിലാണ് ബംഗാൾ വിഭജനം നടത്തുന്നത്. സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ബംഗാൾ വിഭജനം എന്ന് പറയപ്പെടുന്ന വേദനാജനകമായ ഒരു സംഭവം. കാരണം ബംഗാൾ നമ്മുടെ ഭാഗമായിരുന്നെങ്കിലും പാകിസ്ഥാൻ നമ്മുടെ ഭാഗമായിരുന്നെങ്കിലും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വിസ്തൃതമായൊരു ലോകത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ലായിരുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് പാകിസ്ഥാൻ്റെ വിഭജനവും ബംഗാളിൻ്റെ വിഭജനവും. ഇന്ന് സമ്മതിക്കാത്ത ഹിസ്റ്റോറിയന്മാരുണ്ടായിരിക്കും. മാക്സ് മുള്ളർ എന്ന് പറയപ്പെടുന്ന ഒരു കോന്തൻ്റെ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മാക്സ് മുള്ളർ ഒരിക്കലും ഇന്ത്യയെ വന്നിട്ടില്ലെന്നുള്ള സത്യം. ചരിത്രകാരന്മാരുടെ ശ്രേണിയിൽ മാക്സ് മുള്ളറിനൊക്കെ വളരെ സാന്നിധ്യമുണ്ട്, സ്ഥാനമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അതിനെ സമ്മതിക്കാറില്ല. ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയണം, മാക്സ് മുള്ളർ ഇന്ത്യയിൽ വന്നിട്ടില്ല. മാക്സ് മുള്ളറാണ് പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് കുറേ വിശ്വാസത്തിൻ്റെ നാടാണ്. അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ്. അവർ എപ്പോഴും കണ്ടംപ്ലേറ്റീവ്സാണ്. അവർ ധ്യാനാത്മകരായിരിക്കുകയും അങ്ങനെ പ്രകൃതിയെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. അവർ അഗ്രസീവല്ല, അവർ വരിയേഴ്സ് അല്ല എന്നൊക്കെ പറഞ്ഞു. മണ്ടന്മാരാണ് പറഞ്ഞത്. നമ്മളെക്കുറിച്ച് മണ്ടത്തരം പറഞ്ഞ് പഠിപ്പിച്ചവരാ. അത് മുമ്പോട്ട് പോട്ടെ. 1914 ഗദ്ദർ മൂവ്മെൻറ്റ് വരുന്നത്. അത് ഗദ്ദർ മൂവ്മെൻറ്റിന് ശേഷമാണ് 1917 ഇവിടെ മാരു ഇൻസിഡൻ്റ് എന്ന് പറയും. മാരു ഇൻസിഡൻറ്റ്, അതൊക്കെ നിങ്ങൾ ഈ പേര് കേൾക്കുന്നത് വെച്ച് കുറച്ചുകൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ 8ാം ക്ലാസ്സുകാരാണെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗമുണ്ട് 8ാം ക്ലാസ്സിൽ. അവിടെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. 16-15 കാലഘട്ടത്തിൽ അടുത്തൊരു പ്രസ്ഥാനമുണ്ട്, ഹോം റൂൾ മൂവ്മെൻറ്റ്, ലോഞ്ച്ഡ് ബൈ ബാലഗംഗാധര തിലക് എന്ന ഹോം റൂൾ മൂവ്മെൻറ്റ് ഉണ്ടാകും. ആൻഡ് ആനി ബെസൻ്റ് ഇതിൻ്റെ കൂടെയുണ്ട്. ആനി ബെസൻറ്റും ബാലഗംഗാധര തിലകനും ഇതിൻ്റെ കൂടെയുണ്ട്. 1917 ചമ്പാരൻ സത്യാഗ്രഹ, ഫസ്റ്റ് നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് ഇൻ ഇന്ത്യ ബൈ മഹാത്മാഗാന്ധി. അഹിംസയിലൂടെ, അതായത് അഹിംസയിലൂടെ ചമ്പാരൻ മൂവ്മെൻറ്റ്, അതായത് ആദ്യമായിട്ടൊരു സമരം ലോകത്തിലുണ്ടാകുന്നെങ്കിൽ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കണം, ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം. പ്രത്യേകിച്ച് തൊഴിലാളികളുടെ പ്രോഡക്ട്സ്, അതായത് അവരുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ സമരമാണ്. നിങ്ങൾ ഗാന്ധിയുടെ സമരത്തിൻ്റെ എല്ലാ പ്രത്യേകത നോക്കിയാൽ പറയാം. അദ്ദേഹത്തിൻ്റെ ചമ്പാരൻ സമരം നീലമുണ്ടാക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു വിളിയുടെ സമരമാണത്. പിന്നീട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സത്യാഗ്രഹവും സാൾട്ട് സത്യാഗ്രഹമൊക്കെ വരും. അതും എന്താ, സിമ്പിൾ കാര്യം. അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വലിയ തലങ്ങളിലിരിക്കുന്ന കുറേ പേരൊക്കെ ചോദിച്ചു, ഗാന്ധിയെ പോലൊരു മനുഷ്യൻ ഉപ്പ് കുറുക്കുന്ന സംസ്കാരം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. പക്ഷേ ഉപ്പ് കുറുക്കൽ ഒരു ലോകത്തിൻ്റെ വലിയ മൂവ്മെൻ്റായിരുന്നു. ഞാൻ തിരിച്ചെൻ്റെ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റിലേക്ക് വരാം. 1919 റൗലത്ത് സത്യാഗ്രഹ PSC ഒക്കെ എഴുതുന്നവരെ വേറൊരു ചോദ്യത്തിനകത്ത് വരും,
ഇതിനെയാണ് ബ്ലാക്ക് ബിൽ എന്ന് പറയപ്പെടുന്നത്. റാവൂൽ സത്യാഗ്രഹത്തിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അത് ബ്ലാക്ക് ബിൽ എന്നാണ്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനം ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതായത് ഖിലാഫത്ത് പ്രസ്ഥാനവും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഇത് അലി ബ്രദേഴ്സാണ് ഇത് കൊണ്ടുവന്നത്. അലി ബ്രദേഴ്സാണ് ഇവിടെ കൊണ്ടുവന്നത്. ഫസ്റ്റ് മാസ് മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ ഖിലാഫത്ത് പ്രസ്താവനത്തെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഗാന്ധി ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മാസ് മൂവ്മെൻ്റായിട്ട് ഗാന്ധിയാണ്. അലി ബ്രദേഴ്സാണ് ഇതിൻ്റെ തുടക്കക്കാരെങ്കിലും ഗാന്ധി അതിൻ്റെ നേതൃത്വം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. പിന്നെ 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ടു റിസൾട്ട് സത്യാഗ്രഹ. സിവിൽ ഡിസൊബീഡിയൻസും അവരുടെ നിയമം ലംഘിക്കുക, വേറൊന്നുമില്ല. ഉപ്പ് കുറുക്കുന്നതിനും ഉപ്പ് കാച്ചുന്നതിനും നമ്മൾ പണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ദണ്ഡിയാത്രയുള്ള 210 കിലോമീറ്റർ ഇത്ര മണിക്കൂറുകൊണ്ട് നടന്നെടുത്തിട്ട് അതിനെതിരെ സമരം ചെയ്ത ഒരു വ്യക്തിയാണ് ഗാന്ധിയുടെ. ഗാന്ധിയോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ ദണ്ഡിയാത്ര, സബർമതിയുടെ തീരത്ത് നിന്ന് ദണ്ഡിയാത്ര, അതായത് ഇന്ത്യയുടെ പല തീരങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയും ഉപ്പ് കുറുക്കി അടികൊണ്ടവരുണ്ട്, തല്ലുകൊണ്ടവരുണ്ട്, പോലീസിൻ്റെ നിന്ന് മർദ്ദനമേറ്റവരുണ്ട്, ജയിലിൽ പോയവരുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നെങ്കിലും ഈ സാൾട്ട് സത്യാഗ്രഹ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു 1930 കാലഘട്ടം. പിന്നെ 1940 കാലഘട്ടത്തിലാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ലോഞ്ച് അഗൻസ്റ്റ് ദ ഓഗസ്റ്റ് ഓഫ് 1940. അപ്പോൾ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ തുടങ്ങിയത് 1940 കാലഘട്ടത്തിൽ. 1940, അതായത് വ്യക്തിഗതമായ സത്യാഗ്രഹത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരു അഭിവാഞ്ച, ഒരു താല്പര്യം. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഗാന്ധി ലോഞ്ച്ഡ് ഹിസ് തേർഡ് മേജർ മൂവ്മെൻറ്റ് അഗൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മൂവ്മെൻ്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യ വിട്ടു പോകണമെന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ അധികം കോംപ്രമൈസ്. 1930 കാലഘട്ടത്തിലെ സമ്പൂർണ്ണ സ്വരാജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇന്ത്യ നിങ്ങൾ വിട്ടുപോകണം, ബ്രിട്ടീഷ് റൂള് ഇവിടെ ഇല്ലാതാകണം എന്ന് പറയപ്പെടുന്ന ഒരു ഗാന്ധിയുടെ സ്വരം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനിയും ഇതിനകത്ത് 1-2 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇതിൻ്റെ ചെറിയ ചെറിയ സമരങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ടൈം ലൈൻ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ റെഫർ ചെയ്യുന്ന കുട്ടികൾ, ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ, ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ കുറേയും കൂടെയൊക്കെ ആഴമായിട്ട് ചിന്തിച്ച് കണ്ടെത്താൻ പരിശ്രമിക്കാം. എനിക്ക് മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു വാക്കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. മുഹമ്മദ് ഇക്ബാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ചില കവിത്വം തുളുമ്പുന്ന വാക്കുകളൊക്കെ നമ്മുടെ ശിരസിൽ ഇന്നിരിക്കുന്നെങ്കിൽ മുഹമ്മദ് ഇക്ബാലിനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ മുഹമ്മദ് ഇക്ബാലിനെ മറക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം അദ്ദേഹം ആലോചിക്കണം. സ്വാതന്ത്ര്യസമര അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കണം. ആ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. ആ വാക്കെന്തെന്നറിയാമോ? നെഹ്റു ഒരു രാജ്യസ്നേഹിയാണ്. ദേശീയതയെക്കുറിച്ചല്ല പറഞ്ഞത്. നെഹ്റു ഒരു രാജ്യസ്നേഹിയാണ്. അതേസമയം തന്നെ മുഹമ്മദ് അലി ജിന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് മുഹമ്മദ് ഇക്ബാലാണ്. അപ്പം മുഹമ്മദ് ഇക്ബാലിനകത്ത് വർഗബോധമോ അല്ലെങ്കിൽ മുസ്ലിം പ്രീണനമോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിമിനോട് പ്രത്യേക അടുപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് നെഹ്റു ഗവൺമെൻറ്റിനെതിരെ ആദ്യം സമരം ചെയ്തവരാണെന്ന് അറിയാമോ? ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഇന്ത്യയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറിയ നെഹ്റുവിനെതിരെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് ഗാന്ധിയാണ്, രാഷ്ട്രപിതാവാണ്. എന്തിനാണ്? പാകിസ്ഥാനെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൃത്യമായ പൈസ കൊടുക്കാൻ വേണ്ടി സമരം ചെയ്ത ആദ്യത്തെ ആളും രാഷ്ട്രപതിയാണ്, അല്ല നമ്മുടെ രാഷ്ട്രപിതാവാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത്രയൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നിർത്തുന്നു. ഞാൻ മലയാളം ക്ലാസ് തുടങ്ങിയിരുന്നു, ലൈവായിട്ടാണ് തുടങ്ങിയിരുന്നത്. ചില കുട്ടികളെങ്കിലും എന്നോട് ചോദിച്ചു, സാർ മലയാളം ക്ലാസ് തുടർന്നുകൂടെ? അപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വാക്കുകൾ മലയാളത്തിലെ പറഞ്ഞുതരാം. മലയാള ഭാഷയുടെ ചാരുത നഷ്ടപ്പെടാതെ ചില വാക്കുകൾ ഉച്ചരിക്കാൻ നമുക്ക് കഴിയണം. അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും. നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെയാണ്. 2, എത്രമാത്രം ആംഗലേയ ഭാഷയിൽ നിങ്ങൾ ഔന്നത്യത്തിലെത്തിയാലും പെറ്റമ്മയുടെ ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കണം. പിന്നെ ഏതാനും വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ കേട്ട് എഴുതിക്കോളൂ. യൂട്യൂബിൽ ഇത് വരുന്നത്. 1, കപാടം എന്ന് പറഞ്ഞ കതക്. വാതിലിലൂടെ വായുവിന് പോലും അകത്ത് കടക്കാൻ സാധിക്കാത്തത്, ഒരു ശബ്ദം പോലും അകത്ത് വരാത്ത രീതിയിൽ, അതാണ് കപാടം. കപാടം എന്ന് പറഞ്ഞാൽ വാതിലാണ്. കവാലം നോക്കിയെന്ന് കൊടുക്കണമെന്ന് പറയും. കവാലം, ഓക്കെ, അത് വേണ്ട. കപാടം.
പിന്നെ ഞാൻ കിങ്കിരൻ, എന്താ കിങ്കിരൻ ഉപയോഗിക്കാവുന്നതാണ്. അവനെൻ്റെ കിങ്കിരൻ, അവൻ്റെ ദാസനാണ്, അവനെൻ്റെ അടിമയാണ്. ബ്രിട്ടീഷുകാർ ചിന്തിച്ചു നമ്മളൊക്കെ അവരുടെ കിങ്കിരന്മാരാണ്. എന്നാൽ അടുത്തൊരു കിങ്കിരാതൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, കിങ്കിരാതൻ ഇതെല്ലാം എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിക്കുകയൊന്നും വേണ്ട, സ്ഥിരമായിട്ടൊന്ന് വായിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ പ്രകൃതിജന്യമായിട്ട് ഇത് നിങ്ങളുടെ എത്തും. ഇനി ഇക്ക, അപ്പം ഗുമ്മുകൾ, ഗുമ്മെന്ന് പറയത്തില്ലേ, ആ ഗുമ്മല്ലത്. ഇക്ക ഗുമ്മുകൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ദ്രിയങ്ങൾ, ഗുമ്മുകൾ, ഗുമ്മെന്നില്ല, ഗമ്മുകൾ, മാത്രമുള്ള ഗൂ ഇല്ല, ചുനുപ്പില്ല, ഗമ്മുകൾ. അടുത്തത് ഗല്ലിക നിങ്ങളുടെ വീട്ടിലുള്ളത്. ഗല്ലിക ചീനിച്ചട്ടി, ഗല്ലിക. അമ്മയോട് പറയരുത് ഗല്ലിക ഇങ്ങനെ എടുത്തുകൊണ്ട് വാ മരുമോളി എന്ന് ഇതൊക്കെ പഠിച്ചിട്ട് ജോൺസൺ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് മരുമോളി എന്ന് ഓടിക്കയറി പറയും, അമ്മേ ആ ഗല്ലിക ഇങ്ങനെ എടുത്തുകൊണ്ട് വാ. ആ ചട്ടവും കൊണ്ട് മിക്കവാറും അടിയിട്ട് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട്. അല്ലെങ്കിൽ വറക്കുന്ന കലം, അല്ലെങ്കിൽ ചീനിച്ചട്ടി, അതാണ് ഗല്ലിക. ഗയം, നിങ്ങൾ ഗയത്തിലാണ് ഞാൻ ഈ കവാടത്തിൻ്റെ ഗയത്തിൽ അല്ലെങ്കിൽ ഗയത്തിൻ്റെ കവാടത്തിൽ നിങ്ങൾ കാത്തു നിന്നു. അപ്പോൾ ഗയം എന്താ? ഗയം ഭവനം, ഭവനമാണ്, ഭവനം. ഗുണദോഷക്കാരൻ, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം, രണ്ടോട് ചേർത്തൊരു വാക്കാണ് ഗുണദോഷക്കാരൻ. നന്മ തിന്മകൾ അറിഞ്ഞു പറയുന്നവൻ, ഗുണദോഷക്കാരൻ. കൈനോക്കി എന്നൊക്കെ പറയത്തില്ല, വായി നോക്കി നമുക്കറിയാം, കൈനോക്കി പറയുന്നത് ഗുണദോഷക്കാരൻ, ഗുണവും ദോഷവും അറിഞ്ഞു പറയുന്നത്. ഇത് ഈ വാക്ക് ഞാൻ പണ്ട് ഇതുപോലുള്ള വേറൊരു വാക്ക് ഞാൻ പണ്ട് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നു. അത് അന്ന് ഞാൻ യൂട്യൂബ് ഒന്നും ഉപയോഗിക്കുന്നില്ല, 2018 ആ വാക്ക് അകത്തോക്കാക്കോളജിക്കൽ എന്നാണ്. ലോകം നന്മയും തിന്മയും നിറഞ്ഞതാണ് എന്ന്. അകത്തോക്കാക്കോളജിക്കൽ ഈസ് ആൻ ഇംഗ്ലീഷ് വേർഡ്. ലോകം നന്മയും തിന്മയും നിറഞ്ഞതാണ് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഇക്ക എത്തി. നീ ഇക്ക ഇക്ക ഈ സാധനമൊക്കെ കണ്ടുപിടിച്ചവരെയാണ് തല്ലിക്കൊല്ലണം. ഒരു കായിൽ അവസാനിപ്പിക്കേണ്ടത് 3-4 കാവാണ്. അപ്പോൾ ഇക്ക ഇഖ ഘോഷം, ഗോഘം എന്ന് പറഞ്ഞാൽ ഗോഘം, അത് തന്നെ ഇക്ക ഇക്ക ഗോഘം, ഇടം, മദ്യം, ഇടം, സ്ഥലം. ഘോഷിക്കുക, ഉച്ചത്തിൽ പറയുക, വിളിച്ചു പറയുക, ഘോഷിക്കുക, അത് പ്രഘോഷിക്കുക എന്നൊക്കെ വാക്കുകൾ അതിനകത്ത് ചേരുന്നത്. പക്ഷേ ഗോസ് എന്ന് പറഞ്ഞാൽ ബോസല്ല, ഗോസ് എന്ന് പറഞ്ഞാൽ ക്രോശം, അക്രോശം എന്ന് പറഞ്ഞില്ല, ക്രോശം, ക്രോശിക്കുക. ഇനി എന്ന വാക്ക് ഫുള്ള് നിങ്ങളൊന്ന് പഠിക്കും. കാരണം 3-4 വാക്കുകളിൽ ങ്ങായിക്കകത്ത് കായ്ക്ക ഗായ് ഗ ചായച്ച ചായച്ച ടായിട്ട തയ്യാറാവാല ശശസഹ. അപ്പം നമ്മളിങ്ങനെ പോകുമ്പം ഇപ്പം നമ്മൾ കവർഗമാണ് നിർത്തിയിരിക്കുന്നത്. കവർഗത്തിൽ ങ്ങായിൽ അവസാനിക്കുന്നത്. അനുനാസികമാണ്. ഇൻ എന്താണ് അർത്ഥം? ശിവൻ. ഇൻ എന്നെഴുതിയാൽ ങ്ങായും ഇന്നൂടെ ചേർത്താൽ ശിവൻ അല്ലെങ്കിൽ ഭൈരവൻ എന്നാണ് അർത്ഥം. എഴുതി പൂജ ഇട്ടാൽ ആഗ്രഹം, ഇന്ദ്രിയ വിഷയം. അപ്പം നമ്മുടെ നോക്കിയ ഭാഷയുടെ ഒരു ശക്തി നോക്കി. ഇന്ദ്രിയ വിഷയം, ആഗ്രഹം. ആരും ചെന്ന് പറഞ്ഞില്ല എനിക്ക് നിന്നോട് ഉണ്ടെന്ന് പറഞ്ഞോളേ കേട്ടാ. പക്ഷെ എൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നീ എഴുതി ഇട്ട് കൃന്ദം, ഇതൊക്കെ എങ്ങനെ വായിക്കുമോ? ശബ്ദം, ശബ്ദിക്കപ്പെട്ടത്. ഹൃദം വന്നേക്കുന്ന വേറെ, ഋതം വന്നേക്കുന്ന വേറെ. ചൈച്ച ജ്ഞദം, ഋതം എന്ന് പറഞ്ഞേ, ഋതം. അപ്പം അത് ശബ്ദം, അത്രേ വാക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മളൊരു വാക്കിലെ സകല വാക്കുകളും പഠിച്ചു. ഇനി ഞാവൂ എന്നൊരു ഉള്ളൂ, പൂച്ച കരയുന്ന ഞാവൂ. അത് പക്ഷേ മലയാളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാവൂ എന്നുള്ളത് വലിയ ഡിക്ഷണറി ഒന്നും കണ്ടുപിടിക്കാനൊക്കത്തില്ലല്ലോ. പൂച്ച കരയുന്ന, ബൗ പട്ടി കരയെന്ന് പറഞ്ഞ പോലെ ഞാവൂ, പൂച്ച കരയുന്ന ഒരു ശബ്ദം. അപ്പം നിങ്ങൾക്ക് നാളെ
ഞാൻ ചോദിക്കട്ടെ രാവിലത്തെ ക്ലാസ്സിലേക്ക് കയറും. അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഒരാളെ ഉള്ളെങ്കിൽ എടുക്കും, പക്ഷേ കറക്റ്റ് 8 മണിക്ക് വരണം. വൈകുന്നേരത്ത് ഞാനത് യൂട്യൂബിലിടും. രാവിലെ എടുക്കുന്ന ക്ലാസ്സിന് പകരമായിട്ട് പിന്നെ ഞാൻ വേറെ കുറച്ച് വാക്കുകളോ കുറച്ച് ഫ്രൈസസോ ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇതെല്ലാം യൂട്യൂബിലാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് കേട്ടോ വരുന്നത്. അപ്പോൾ ആരെങ്കിലും പഠിച്ചോട്ടുന്നേ. ലെറ്റ് ദം സ്റ്റഡി. വിദ്യാധനം സർവ്വധന പ്രധാനം കൊടുക്കും തോറും ഏറെയേ ഉള്ളൂ, നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കുക ആരെങ്കിലുമൊക്കെ ഈ വാക്കുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ 5-6 വാക്കുണ്ട് എന്ന് പഠിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മധുരകരമായ സ്വപ്നവും പേടിപ്പെടുത്തുന്ന സ്വപ്നവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച്, തണുപ്പാണ്, ചുരുണ്ടുകൂടി നിവർന്ന് കിടന്നുറങ്ങുക. ശുഭരാത്രി. ജോൺസൺ കരൂർ.